എല്ലാ പ്രിയപ്പെട്ടവനോ തിബ്ബുസ്വലാത്ത് ചൊല്ലിക്കോളി. മനസ്സറിഞ്ഞിട്ടങ്ങ് തിബ്ബുസ്വലാത്ത് ചൊല്ല. എല്ലാ രോഗങ്ങളും അല്ലാഹ് മാറ്റിത്തരട്ടെ. രോഗം മാറണമെങ്കിൽ മനസ്സുകൊണ്ട് നമ്മളാദ്യം തീരുമാനിക്കണം. എൻ്റെ രോഗം മാറണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എത്ര വലിയ രോഗമാണെങ്കിലും ഇൻഷാ അല്ലാഹ് എൻ്റെ റബ്ബ് എൻ്റെ രോഗം മാറ്റുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ രോഗത്തിന് ശമനം തരുന്നതാണ്. ഈ മജ്ലിസിൽ വച്ച് മന്ത്രിക്കുന്ന വെള്ളത്തിലൂടെ, തിബ്ബുസ്വലാത്തുകളിൽ മന്ത്രിക്കുന്ന വെള്ളത്തിലൂടെ, തിബ്ബുസ്വലാത്തുകളിൽ മന്ത്രിക്കുന്ന തേനിലൂടെ, തിബ്ബുസ്വലാത്തുകളിൽ മന്ത്രിക്കുന്ന മരുന്നിലൂടെ എൻ്റെ രോഗം എന്നെ പടച്ചു സൃഷ്ടിക്കുന്ന റബ്ബ് എനിക്ക് മാറ്റിത്തരുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒരാളെ മുമ്പിലും നമ്മൾ പരാജയപ്പെടില്ല. നമ്മുടെ മനസ്സിലെ ടെൻഷൻ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമ്മുടെ മനസ്സിലെ വിഷമം അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് നോ ടെൻഷൻ. പടച്ച റബ്ബ് സ്വലാത്തിനോട് അല്ലാഹ് നമ്മുടെ രോഗം മാറ്റട്ടെ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അല്ലാഹ് ഞങ്ങളെ മനസ്സിനാണ് ഏറ്റവും വലിയ രോഗം. മനസ്സിന് സമാധാനം വേണമല്ലാഹ്, മനസ്സിന് സമാധാനം വേണമല്ലാഹ്, മനസ്സിന് ധൈര്യം വേണമല്ലാഹ്. ഒരു വാർത്ത കേൾക്കുമ്പോ പതറുന്ന മനസ്സാവരുത്. ഒരു ശബ്ദം കേൾക്കുമ്പോ പേടിക്കുന്ന മനസ്സാവരുത്. ഒരു പ്രശ്നം വരുമ്പോ തളരുന്ന മനസ്സാവരുത്. ഒരു രോഗം വരുമ്പോ തളർന്നു പോകുന്ന മനസ്സാവരുത്. ഒരു കടം വരുമ്പോ തളർന്നു പോകുന്ന മനസ്സാവരുത്. പിടിച്ചു നിൽക്കുന്ന മനസ്സാവണം. പിടിച്ച് കരകയറുന്ന മനസ്സാവണം. തളരാതെ പതറാതെ പരാജയപ്പെടാതെ മുന്നോട്ട് 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 നീങ്ങുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി ഞങ്ങൾക്ക് മാറണം. എവിടെയും വീണു പോവാതെ, എവിടെയും തളർന്നു പോവാതെ, എവിടെയും പരാജയപ്പെട്ടു പോവാതെ നല്ല ഉറച്ച ആത്മവിശ്വാസമുള്ള മനസ്സോടെ പടച്ചവനെ നിന്റെ പൊരുത്തത്തിലായി നല്ല റാഹത്തുള്ള ചിന്തകൾ മനസ്സിൽ വേണം. ആ മനസ്സാ നമുക്ക് വേണ്ടത്. നെഗറ്റീവ് ചിന്തിക്കാത്ത മനസ്സ്. ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നിനും പറ്റൂല, എന്നാർക്കും പറ്റൂല, എന്നാർക്കും പറ്റൂല, ഈ ചിന്തയില്ലാത്ത മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മനസ്സിലേക്കുള്ള നല്ല പവർ തരട്ടെ. ഉമ്മമാരെ, നിങ്ങളെ മനസ്സിൽ ടെൻഷൻ താങ്ങാൻ നിങ്ങളെ മനസ്സിന് കഴിവ് വേണം കേട്ടോ. ഒരു ടെൻഷൻ വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരില്ലേ? അല്ലേ? അങ്ങനല്ലേ? ഇല്ലേ? എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയോ? അതങ്ങനെ മുണ്ടി പോകാൻ പാടില്ല കേട്ടോ. നിങ്ങളോടാ പറയണേ, മുണ്ടി പോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. പറ്റൂല. എങ്ങനെയും മരിച്ചാൽ പോരാ. മരിക്കുമ്പോ ഈമാന് കെട്ടി മരിക്കണം. ചിലപ്പോ ആ സമയത്തെങ്ങാനും വല്ലെങ്ങാനും അത് സ്വീകരിച്ചാണ്ടല്ലോ, പടച്ചോനില്ല ഹവല വല പോവാ, ഈ തട്ടിട്ടതും ഈ ബുർക്കട്ടതും ഒക്കെ പോകും. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് വെറുതെ പറഞ്ഞാലേ അള്ളാഹു ആ ടൈമിലെങ്ങാനും നിങ്ങളെ ദുആ സ്വീകരിച്ച കട്ട പോക. നിങ്ങളതല്ല, നമ്മളത് മാറി പറഞ്ഞാലും നിങ്ങളിൽ നിന്നല്ല. അധികം പറയുന്ന ആളുകൾ ഉമ്മമാരാന്ന് തോന്നുക. ആണോ? അല്ലല്ലോ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതാവാൻ പാടില്ല. അതാരും അത് ഞാൻ പറഞ്ഞാലും ശരി. ഇപ്പം ഞാൻ പറയണേ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. ഇനി ആ സമയത്തെങ്ങാനും പടച്ചോനെ അതെങ്ങാനും സ്വീകരിച്ചാലേ നിന്റെ കഥ കഴിഞ്ഞു. അതേ തന്നെ എങ്ങനെയും മരിച്ചാൽ മതി. നമുക്ക് മതിയോ? മതിയോ? മരിച്ചാൽ എന്തൊക്കെ മാർഗമുണ്ട്? എന്തൊക്കെ മാർഗമുണ്ട് മരിക്കാൻ? കുറേ മാർഗമുണ്ട്. ബ്ലേഡ് എടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. ബ്ലേഡ് എടുക്കാൻ, ഞാൻ പൊറിച്ചാൻ, വിഷം കുടിച്ചാൻ, വെള്ളത്തിൽ ചാടാൻ, ട്രെയിനിന് മുമ്പ് ചാടാൻ, അങ്ങനെയൊന്നും മരിച്ചു പോയാൽ പോരാ. ഈമാനോടെ അന്തസ്സോടെ മരിക്കണം. ഈമാനോടെ മരിക്കണം.
ടെൻഷൻ വരുമ്പോൾ നേരെ പിന്നെ നല്ല സുഖമാണല്ലോ. അതുകൊണ്ട് ഇപ്പം എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയണത് മനസ്സ് തളരരുത്. തിബ്ബ് സ്വലാത്ത് ചെല്ലുമ്പോൾ മനസ്സിന് ഈമാൻ കൊടുക്കുക. ഓളങ്ങനെ പറഞ്ഞില്ല, ഓനങ്ങനെ പറഞ്ഞില്ല, അങ്ങനെയല്ല, പറഞ്ഞോട്ടെ. മനസ്സിന് താങ്ങണം. അതാണ് നല്ല മനസ്സ് വേണം. ടെൻഷൻ വരുമ്പോ, കുറ്റപ്പെടുത്തലുകൾ വരുമ്പോ, ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോ തളരാത്ത മനസ്സ് വേണേ പെങ്ങളെ, പതറാത്ത മനസ്സ് വേണേ പെങ്ങളെ. നിങ്ങളെ മനസ്സ് ഒരിക്കലും തളർന്നു പോവാ പാടില്ല. ഒരുപക്ഷെ നിങ്ങളാണ് ശരി, നിങ്ങളെ മാത്രമാണ് ശരി. നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് പലതും നിങ്ങളെ കുറിച്ച് പറഞ്ഞതാവാം. പക്ഷേ മനസ്സ് തളരരുത് കേട്ടോ, മനസ്സ് പതറരുത് കേട്ടോ. ഒരടി പോലും മനസ്സ് പിന്നോട്ട് വരരുത് കേട്ടോ. പറയുന്നവരെല്ലാം പറയട്ടെ, ചെയ്യുന്നവരെല്ലാം ചെയ്യട്ടെ. അവരെ കൊണ്ട് ആവുന്നതൊക്കെ അവർ ചെയ്യട്ടെ, അവരെ കൊണ്ട് ആവുന്നതൊക്കെ അവർ പറയട്ടെ. അല്ലാ, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ പോവണ്ട. അപശബ്ദങ്ങളെ നമ്മളെ ശ്രദ്ധിക്കാനേ പോവണ്ട. ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിൽ ടെൻഷൻ വരുന്നത്. അതിന് ശ്രദ്ധിക്കാതെ, അത് കേൾക്കാതെ, അതിന് കാത് കൊടുക്കാതെ, അതിന് സമയം ചെലവഴിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, പടച്ച റബ്ബിന്റെ പൊരുത്തം വേണമെന്ന ആഗ്രഹത്തോടെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് ആ ഇഷ്ടത്തിലായി തന്നെ മരിക്കാനാ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ എങ്ങനെങ്കിലും മരിച്ചാല് മതിയായിരുന്നു എന്ന് ഒരിക്കലും എന്റെ ഉമ്മമാര് തമാശക്ക് പോലും പറയരുത് കേട്ടോ. ജീവിതം അടുത്തു പോയി എന്ന് ഒരിക്കലും നിങ്ങളെ പറയരുത് കേട്ടോ. ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരിക്കലും നിങ്ങളെ പറയരുത് കേട്ടോ. എന്റെ ദുആ എന്താ അല്ലാഹ് കബൂലാക്കതെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അല്ലാഹ് ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് തരും, അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഖൈറായ ടൈമിൽ തരും. അങ്ങനെയാണ്. ചിലപ്പോൾ കുറി അടിക്കാൻ വേണ്ടിയിട്ട് മജ്ലിസിൻ്റെ തവസ്സുൽ ബൈത്ത് 1 മുതൽ ലാസ്റ്റ് വരെ കാണാതെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ കുറി അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസത്തിൽ കുറി അടിച്ചില്ല, ടെൻഷനായി. എന്തിന് ടെൻഷനാവണേ? ഇനിയില്ല കുറി, ഇഞ്ഞും വരാനല്ലേ, ഇഞ്ഞുമില്ല 3-4 നാർക്കിഞ്ഞുമില്ലേ. ഉസ്താദേ കടത്തിലാണ്. ശരിയാണ്, അള്ളാഹിനോട് നമ്മൾ ചോദിച്ചിട്ട് അള്ളാഹ് നമുക്ക് ഈ മാസത്തിൽ തന്നില്ല. അപ്പൊ ചിലപ്പോ ഈ മാസത്തിലേക്കാളും ബുദ്ധിമുട്ട് ചിലപ്പോൾ അടുത്ത മാസം വരെ ഉണ്ടാവും. എന്നിട്ട് അടുത്ത മാസത്തേക്ക് അള്ളാഹു ഇത് ഈ മാസം എനിക്ക് ഏതായാലും കുറി വേണ്ട, അടുത്ത മാസത്തേക്ക് നീക്കുക. കാരണം എന്താ അറിയോ? അടുത്ത മാസം എനിക്ക് അതിലും വലിയ പ്രയാസം വരാണ്ട്. അപ്പം ആ പ്രയാസത്തിൻ്റെ സമയത്ത് എനിക്ക് കുറി അടിക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് സമാധാനമാണ്. ഇപ്പം കുറി അടിച്ച വകയിൽ ഒരു ട്രിപ്പ്, കുറി അടിച്ച വകയിൽ ഒരു ഊട്ടി, കുറി അടിച്ച വകയിൽ ഒരു കോട്ടക്കുന്ന്, കുറി അടിച്ച വകയിൽ ഒന്ന്, കുറി അടിച്ച വകയിൽ ഒരു ഹോട്ടൽ. അങ്ങനെ കുറി അടിച്ച വക അങ്ങനെ തീരും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പം അടുത്ത മാസമാണ് അടിക്കൽ ഖൈറെങ്കിൽ അള്ളാഹു ചിലപ്പോൾ അടുത്ത മാസം തരും. നിങ്ങൾ ഈ മാസം തന്നെ ചോദിച്ചിട്ട് പിന്നെ കുറി ഈ മാസം തന്നെ കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ എത്താപ്പം നിസ്കരിച്ചിട്ട് കാര്യം. അങ്ങനെയാണ്. എത്താപ്പ കുറെ നോമ്പ് പറ്റിയിട്ട് കാര്യം, എത്താപ്പ കുറെ തസ്ബീമാല പിടിച്ചിട്ട് കാര്യം. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നിസ്കാരത്തെയും നോമ്പിനൊന്നും ഇങ്ങനെ കുറ്റം പറയരുത് കേട്ടോ. നിങ്ങൾ പറയലുണ്ടെന്നല്ല, പക്ഷെ അത് പറയരുത്. ഞാനും ചിലവരാരൊക്കെയോന്ന് എവിടേക്കോന്ന് അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിനോട് ഖൈറ് മാത്രം ചോദിക്കാം. റബ്ബേ നീ ഞങ്ങൾക്ക് ഖൈറ് തരണേ റഹ്മാനേ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. അൻവർ എന്ന പേരുള്ള സഹോദരൻ വിദേശത്ത് ഹോസ്പിറ്റലിൽ ഐസിയിലാണ്.
പ്രത്യേകം ദുആർക്കാൻ അവനെ കുടുംബങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ, ആ അൻവർ എന്ന സഹോദരന് വിദേശത്താണ്. ഞങ്ങളെ പ്രവാസികൾ ഗൾഫ് രാജ്യത്ത് ഹോസ്പിറ്റലിൽ പെടുമ്പോ വലിയ വിഷമത്തിലാണ്. അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് അസുഖം മാറിയിട്ട് ഡിസ്ചാർജ് ചെയ്ത് റാഹത്തായി റൂമിലെത്താൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله.
الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين. പടച്ചവനെ, എത്രയോ വല്യുമ്മമാരും വലിയുപ്പമാരും സഹോദര സഹോദരിമാരും ചെറുപ്പക്കാരികളും കുഞ്ഞു പൂമാറ്റ മക്കളും ഞങ്ങളെ മജ്‌ലിസിൽ ആമീൻ പറയുകയാണ്. എല്ലാവർക്കും ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ്സു നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ പാപഭാരങ്ങൾ ഞങ്ങളോട് മാപ്പാക്ക റബ്ബേ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ. അല്ലാഹ് ഞങ്ങളോട് പൊറുക്ക് അല്ലാഹ്, ഞങ്ങളോട് പൊറുക്ക് അല്ലാഹ്, ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഖൽബ് നന്നാക്കണേ, ഇഖ്ലാസ് നൽകണേ, ഈമാൻ നൽകണേ, തഖ്വ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ്. പൊരുത്തപ്പെടണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ, ഇന്നലെ വരെ ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. പാവപ്പെട്ട ഉമ്മയടക്കം ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. ഉസ്താദുമാർ, ശൈഖുനാ ചെറിയ പി ഉസ്താദടക്കം പല ഉസ്താദുമാരും വഫാത്തായി. ഞങ്ങളെ വലിയുമ്മമാരും വലിയുപ്പമാരും പലരും വിട പറഞ്ഞു പോയി റബ്ബേ. കൂട്ടുകുടുംബങ്ങൾ പലരും മരിച്ചു പോയി അല്ലാഹ്. കൂട്ടുകാരെ പലരും മരിച്ചു പോയി അല്ലാഹ്. അറിവിന്നിലാവ് കാണുന്ന പലരും, അറിവിന്നിലാവ് കേൾക്കുന്ന പലരും, അറിവിന്നിലാവ് ഇഷ്ടപ്പെടുന്ന പലരും ഇന്ന് ഖബറിലാണ്. അവരെ ഖബറുകൾ സ്വർഗമാക്കണേ, വിശാലമാക്കണേ. ഞങ്ങളെ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ. ഞങ്ങളെ മനസ്സിലെ മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം സലാമത്താക്കണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്, സലാമത്താക്കണേ അല്ലാഹ്. ഈമാൻ തരണേ, ഇഖ്ലാസ് തരണേ, തഖ്വ തരണേ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടാനുള്ള വഴികളെ മാർഗങ്ങൾ നീ തുറന്നു തരണേ അല്ലാഹ്. പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ ഒരാളെയും മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ റൂമിലിരിക്കുന്നവനുണ്ട്, നല്ല ഒരു ജോലി ഞങ്ങളെ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്, പേരക്കുട്ടികൾക്ക് നീ നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തണേ അല്ലാഹ്. അതിൽ ബറക്കത്ത് കൊടുക്ക് അല്ലാഹ്. ശമ്പളം കിട്ടാത്തത് നൽകണേ അല്ലാഹ്. ബിസിനസ് ചെയ്യുന്നവനുണ്ട്, ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നവന്, പാർട്ണർഷിപ്പായി ബിസിനസ് ചെയ്യുന്നവന്, പടച്ചവനെ അതിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. കച്ചവടക്കാർക്ക് മുഴുവനും ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. തൊഴിലാളികൾക്ക് മുഴുവനും ബറക്കത്ത് നൽകണേ റഹ്മാനെ. കൂലിപ്പണിക്കാർക്ക് മുഴുവനും ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഡ്രൈവർമാർക്ക് മുഴുവനും ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ എല്ലാവിധ ജോലികളിലും ഖൈറ്, റഹ്മത്ത്,
ബറക്കത്ത് നിഅമത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ തൊഴിലും നിഅമത്ത് ഏറ്റി കൊടുക്കണേ റബ്ബേ. സ്ഥലം വിൽക്കാൻ വെച്ചതുണ്ട്, വാഹനം സ്ഥാപനം വീട് വിൽക്കാൻ വെച്ചതുണ്ട്. പടച്ചവനെ നല്ലതുപോലെ വിറ്റുമോമാ തൗഫീഖ് തരണമല്ല. വീട് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല. കടബാധ്യതയെ തൊട്ട് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാ. നിന്റെ കാവലല്ലാതെ ഒന്നുമില്ല അല്ലാ. കാത്ത് രക്ഷിക്കണേ അല്ലാ. റഹ്മാനേ, ഞങ്ങൾ പലരും രോഗികളാണ്. ബ്ലഡ് ക്യാൻസർ ഉള്ള ചെറിയ പൊന്നുമോളെ എന്ന് കൊണ്ടുവന്നിരുന്ന് ക്യാൻസറുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. ഉസ്താദ് ദ്വാരിക്കനട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു പോകുന്നവനുണ്ട്. റഹ്മാനെ, ക്യാൻസറുകളെ നീ മാറ്റിത്തരണേ അല്ലാ. ട്യൂമറുകൾ മാറ്റിത്തരണേ അല്ലാ. കിഡ്നി തകരാറിലായത്, ലിവറിന് പ്രോബ്ലം വന്നത്, ഹാർട്ടിന് പ്രോബ്ലം വന്നത്, ക്രിയേറ്റിൻ കൂണിയത് എല്ലാം ശിഫയാക്കണേ അല്ലാ. ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ, ദീർഘായുസ് തരണേ പടച്ചോനെ. ഞങ്ങളെ ശരീരത്തിന് ഒരു അപകടവും നീ വരുത്തല്ല, ഒരു ശർറിലും ഞങ്ങളെ കൊടുക്കല്ല. ഇബ്ലീസ് ഞങ്ങളെ ചെങ്ങല വലിച്ചു മുറുക്കുകയാണ്. മീനിനെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് പോലെ ഇബ്ലീസ് ഓരോ ഹറാമുകൾ ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ ഹറാമിലേക്ക് ഞങ്ങളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാ, ഞങ്ങളെ കാക്ക് റബ്ബേ. ഞങ്ങളെ കാവൽ ചോദിക്കാനൊന്നുമില്ല, ഞങ്ങളെ പാപികളാണ്. മഹാന്മാരെ ബറക്കത്തുമില്ല, ഞങ്ങളെ ഒരു തെറ്റിലും നീ പെടുത്തല്ല അല്ലാ. ചെയ്തു പോയതെല്ലാം ഇവിടെ വെച്ച് തന്നെ പൊറുക്കണേ അല്ലാ. റഹ്മാനേ, റഹീമേ, മാപ്പ് തരണേ, അഫ്വ് തരണേ, അഫ്വ് തരണേ. കണ്ണിന് കാഴ്ച തരണേ അല്ലാ. കാതിന് കേൾവി ശക്തി തരണേ അല്ലാ. ബുദ്ധിക്ക് തകരാറ് തരല്ലേ അല്ലാ. പടച്ചവനെ, ഓട്ടിസം ബാധിച്ച മക്കളല്ലേ, വികലാംഗരായ മക്കളല്ലേ, കൈ തുറക്കാത്ത മക്കളല്ലേ, ശരീരത്തിൽ പല അസുഖങ്ങൾ വന്നവനുണ്ട്. പടച്ചവനെ, ശിഫാഗ്നി നൽകണേ റഹ്മാനേ. ശിഫാഗ്നി നൽകണേ റഹ്മാനേ. ശിഫാഗ്നി നൽകണേ റഹ്മാനേ. ശരീരത്തിൻ്റെ അകത്തും പുറത്തും പല അസുഖങ്ങളാണ്, പല വിഷമങ്ങളാണ്. പടച്ചവനെ, ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവനുണ്ട്. ഈ മുഅ്മിനീങ്ങൾ മുഴുവനും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് യാസീൻ എടുത്ത, ഖുർആൻ എടുത്ത് യാസീൻ ഓതാമെന്നവരാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ എടുത്ത് മുൽക്ക് ഓതിയവരാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വാക്യ ഓതിയവരാണ്. ഇനി ഖുർആൻ ഓതാൻ പറ്റാത്ത ടൈമാണെങ്കിൽ ടിവിയും മൊബൈലും ഓൺ ചെയ്ത് വെച്ചിട്ട് ആ ഖുർആൻ പാരായണം കേട്ടവരാണ്. അടുക്കള ജോലി തിരക്കിനിടയിലും ഞങ്ങളെ മജ്ലിസ് കേട്ടവരാണ്. റബ്ബേ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും എവിടെ പോയാലും അവരറിവിന്ദിലാവില്ല മജ്ലിസിലാണ്. റബ്ബേ, നീ ബറക്കത്ത് കൊടുക്കണേ.
വാഹനത്തിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും യാത്രയിലാണെങ്കിലും റബ്ബേ അവരെ മജ്‌ലിസ് ഒഴിവാക്കാറില്ല. ഖൈറ് കൊടുക്കണേ, ബറക്കത്തിനെ കൊടുക്കണേ. ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, നീ അവർക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. വേദനകളെ മാറ്റുക അല്ലാഹ്, കടച്ചിലുകളെ മാറ്റുക അല്ലാഹ്, കല്യാണങ്ങളെ ശരിയാക്ക റബ്ബേ. എത്ര ചെറുപ്പക്കാരാ കല്യാണം റെഡിയാവാൻ ഉസ്താദ് ദ്വാരക്കണട്ടോ. അല്ലാ നീ ശരിയാക്കി കൊടുക്കുക അല്ലാഹ്, ശരിയാക്കി കൊടുക്കുക അല്ലാഹ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവനുണ്ട്. അല്ലാഹുവേ സ്വാലിഹായ മക്കളെ നീ നൽകണേ റഹ്മാനേ. ഗർഭിണികൾക്ക് സമയമാകുമ്പോ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനേ. അൻവർ വയനാട് ഭാര്യ ഗർഭിണിയാണ്, പടച്ചോനെ ഒരു വിഷമവുമില്ലാതെ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ പലരുടെയും ഭാര്യമാരെ ഗർഭിണികളാണ്. ഇന്ന് എത്ര സഹോദരിമാരാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് വിശേഷമായ സന്തോഷം വന്ന് പറഞ്ഞവനുണ്ട്, മക്കളുണ്ടായ സന്തോഷം വന്ന് പറഞ്ഞവനുണ്ട്, മക്കളില്ല എന്ന ടെൻഷനും വന്ന് പറഞ്ഞവനുണ്ട്. അല്ലാഹ് ഇല്ലാത്തവർക്ക് ഉണ്ട നീ നൽകണേ അല്ലാഹ്. വളർച്ചക്കുറവുള്ളത് പരിഹരിക്കണേ അല്ലാഹ്. ഉസ്താദേ ദ്വാരക്കണേ. ഞങ്ങളെ കുടുംബത്തിലുള്ള സഹോദരി പടച്ചവനെ വളർച്ചക്കുറവാണ്, ഗർഭിണിയാണ്, 26-ാം തീയതി ഇവിടെ വന്ന സഹോദരിയാണ്. അല്ലാഹ് നീ അത് പരിഹരിച്ചു കൊടുക്കണം അല്ലാഹ്. സുഖപ്രസവത്തിലൂടെ ഞങ്ങളെ ഗർഭിണികൾക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളസുഖങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. ഞങ്ങൾക്ക് നല്ല വീട് തരണേ അല്ലാഹ്. വീട് പണി പൂർത്തിയാക്കുക അല്ലാഹ്. സ്ഥലം തരണേ, വഴി തരണേ, വെള്ളം തരണേ അല്ലാഹ്. റബ്ബേ അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾ, അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾ, അറിവിന്നിലാവ് ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, എവിടെ മജ്‌ലിസ് നടന്നാലും അങ്ങോട്ട് നേരത്തെ ഓടിയെത്തുന്നവരാണ് ഇവര്. കഴിഞ്ഞ പ്രാവശ്യം പൊന്മുണ്ടത്തെ മജ്‌ലിസ് നടന്നപ്പോ അല്ലാഹ് ആ പ്രിയപ്പെട്ട മജ്‌ലിസിൽ പങ്കെടുത്ത എത്രയോ സഹോദരങ്ങളുണ്ട്. റബ്ബേ നീ അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പലരുമുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. ഓരോ ദിവസങ്ങളിലും ഇവിടെ സങ്കടങ്ങളെന്ന് പറയുന്നവരുണ്ട്, വിഷമങ്ങളെന്ന് പറയുന്നവരുണ്ട്. ഉസ്താദ് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞ് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തെന്നവരുണ്ട്. പടച്ചവനെ എല്ലാവരുടെ സങ്കടങ്ങൾക്കും എല്ലാവരുടെ വിഷമങ്ങൾക്കും എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ 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 അല്ലാഹ്. നൽകണേ അല്ലാഹ്. നൽകണേ അല്ലാഹ്. റബ്ബേ അരി കൊണ്ടുവന്നവരെ, പച്ചക്കറികൾ മറ്റു വസ്തുക്കളൊക്കെ കൊണ്ടുവന്നവരെ,
അത് ഞങ്ങളെ കഴിക്കുമ്പോ അവർക്കതിൻ്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആ ഭക്ഷണത്തിൽ വലിയ ശിഫ നൽകണേ റഹ്മാനെ. ഒരു ദിവസവും മുഴുവില്ലാതെ ഈ മജ്‌ലിസ് കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ നിന്നും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മനസ്സിലുള്ള ഖൈറായ നിയ്യത്ത് കരുതിക്കൊള്ളി. ആ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് സാധിപ്പിച്ച് കിട്ടണം. ആ നിയ്യത്ത് സാധിപ്പിച്ച് കിട്ടണം. ലൈവ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ്, കുറച്ച് മുമ്പ് ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഒരു സഹോദരനും അവരുടെ ഭാര്യയും വന്നു. ഉസ്താദെ, ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നതാണ്. മോള് ഗർഭിണിയാണ്. സ്കാനിങ്ങിൽ മിടിപ്പ് കുറവാണ്, ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കിയില്ല, വേണ്ടെന്ന് പറഞ്ഞ് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ മനസ്സിൽ കരുതിയിരുന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് അവർ വന്നിരുന്ന് മിടിപ്പ് വന്നിട്ടുണ്ട്. സന്തോഷമായി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ മാഷാ അല്ലാഹ്. അല്ലാഹു ഒരു പ്രയാസമില്ലാതെ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഉണ്ണിമോയിൻ എന്നാണ് ആ ഉപ്പയുടെ പേര്. അല്ലാഹു അവരുടെ ആ മരുമോൾക്കത് അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. തവസ്സുൽ ബൈത്ത് കൊണ്ട് നേടാത്തതൊന്നുമില്ല. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ മതി എന്ന് മാത്രം. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ മതി. മനസ്സറിഞ്ഞ് ചോദിക്കുക. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കടങ്ങ് വീടണം, ഇക്കാക്ക് നല്ലൊരു വിസ റെഡി ആവണം, നല്ല ജോലി ആവണം, സ്വന്തമായിട്ടൊരു വീട് വേണം, ബർക്കത്തുള്ള വീട്, ഐശ്വര്യമുള്ള വീട്, റഹ്മത്തുള്ള വീട്, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ കരുതിയിരുന്നിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് ചൊല്ലിക്കൊള്ളി. പഠിച്ചവൻ സാധിപ്പിച്ചട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാം. അല്ലാഹു അല്ലേ എല്ലാം തീരുന്നവൻ. അല്ലാഹു മാത്രമാണല്ലോ വലിയവൻ. അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞിട്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ അതങ്ങ് ചോദിച്ചോളി. പഠിച്ചോ റാഹത്താക്കി തരട്ടെ. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി. യാ ശൈഖനാ യാ ഖുത്ബൽ അഖ്താബിയ മുഹിയദ്ദീനി. യാ സയ്യിദി യാ മഹദ് അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി. യാ സുൽത്താന സാലികീന യാ സയ്യിദൽ ആരിഫീന. യാ സയ്യിദി യാ മഹദ് അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി. യാ ബുർഹാനൽ ആശിഖീന യാ ഗൗസൽ മുസ്ലിമീന. യാ സയ്യിദി യാ മഹദ് അബ്ദൽ ഖാദിർ ജീലാനി. അല്ലാഹു 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 അർഹം അബ്ദൽ ഖാദിർ ജീലാനി.
واصلين يا قبلة العالمين يا سيدي يا مخدم عبد القادر جيلاني يا مرشد طالبين يا منجي الهالكين يا سيدي يا مخدم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا غوث المجاهدين يا عين المشاهدين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا باسل طائرين يا سيف الذاكرين يا سيدي يا مخدوم عبد القادر جيلاني يا دخر القاصدين يا فخر التابعين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا سكن المقتدين يا زين العابدين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا دليل الحائرين يا جود الزائرين يا سيدي يا مخدوم عبد القادر جيلاني يا عروة الممسكين يا قدوة الناسكين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني يا وكيل رحماني يا خليفة المتين يا سيدي يا مخدوم عبد القادر جيلاني الله 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 ارحم عبد القادر جيلاني الله 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 الله
അല്ലാഹു 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 അർഹം അബ്ദുൽ ഖാദിർ ജീലാനി ബഗ്ദാദിൽ മറവേട്ട മുഹിയുദ്ദീൻ ശൈഖ് ഇക്കാണും മജ്ലിസിൽ വല്ല ഹാളറായി പോണേ ബഗ്ദാദിൽ മറവേട്ട മുഹിയുദ്ദീൻ ശൈഖ് ഇക്കാണും മജ്ലിസിൽ വല്ല ഹാളറായി പോണേ ബഗ്ദാദിൽ മറവേട്ട മുഹിയുദ്ദീൻ ശൈഖ് ഇക്കാണും മജ്ലിസിൽ വല്ല ഹാളറായി പോണേ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരിയ 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 ശൈഖ് അബ്ദുൽ ഖാദിരി لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر عليه ربنا صلى وسلم كل غلات على أغبد الذي وآله والصحاب والولين ندعو ربنا الكريم في توسل واستغاثة بقرة عيننا مدبر ولي قد رجونا نصر والفتوح في أمورنا سيما في أمرنا بجاهك مدبر ولي إننا نأتي إليكم للإزاغة ما بنا شدة ثقافتي شيخنا مدبور ولي ليس خسران لمن أتى إليك طالبا بل بمطلب الله قد فاز يا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بقولي يا مدبور ولي كل عفريت وشيطان وجن ماردي أذهب ونجنا قطبنا مدبور ولي كم كربات كشفت العزين طائب فاكشف العل الودايا شيخنا مدبور ولي
فرجا عنا اللدى وكل ما يغيبنا في الدنا وفي المعاد شيخنا مدبور وليه كنت كغفل حاميا لمن أتاك لاجئا كنت فينا ناصريا سيدي مدبور وليه آتنا منك الإغاثة عند كل هولنا صب فينا لم يكن شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا أنت شيخنا فما لنا منهما اسمك رشد منك يا مدبور ولي ربنا اللهم أوصي لا إله مأمولنا وارغبنا دائما شيخنا مدبور ولي واهدنا نهج الهدى هب لنا رضوانك كل آلات بهاك شيخنا مدبور ولي آتنا أمنا لظيما وسرورا إذ يجيء مالك الموت بهاك شيخنا مدبور ولي سلما سلامنا من اللعين وشره حال فرقت روحنا بل أسعدنا بالبلي بشرنا بالجنان باليقين آتنا كلمة التوحيد سالمين بمدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وفقنا لجواب البالكين بالله كلنا رغباننا بشيخنا مدبور ولي ربي سلم يوم بعثتنا غدا للموقف خفف لإصابنا بشيخنا مدبور ولي ربي سلم هذه الأمة أنزلت القضاء حين جاء الصراط فنجينا يا غلي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام والسلام دائما والعلي عليه هو جليل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഇന്നലെ വരെ
ഞങ്ങളെ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഇന്നലെ വരെ ഞങ്ങളെ മജ്‌ലിസിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടത്തിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഖബറുകളെല്ലാം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനേ, അറിവിന്നിലാമിൻ്റെ 1113 മജ്‌ലിസാണ്. ഇന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട്, ഇന്നലെ മരണപ്പെട്ടു പോയവരുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് വിട പറഞ്ഞു പോയ പലരുമുണ്ട്. റഹ്മാനേ, അവരുടെ ഖബറുകളെല്ലാം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്ക് റബ്ബേ. വിശാലമാക്ക് റബ്ബേ. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്. അവരവിടെ ജോലിക്ക് പോയി അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ രാജാധിരാജനായ അല്ലാഹ്, ഈ പവിത്രമായ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് റഹ്മാനേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗീയ ലോകത്ത് ഞങ്ങളെ കരളിൻ്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനേ. റഹ്മാനേ, റഹ്മാനേ. ഉസ്താദ് ഞങ്ങൾക്ക് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് രോഗങ്ങളെ കൊണ്ട് വിഷമത്തിലാണ്, ഹോസ്പിറ്റലിൽ ചികിത്സകളിൽ കഴിയുന്നവരുണ്ട്. ഉസ്താദ് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് എത്ര ആളുകളാണ് ഇന്ന് ഞങ്ങളോട് വന്ന് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. റഹ്മാനേ, റഹ്മാനേ. അല്ലാഹ്, ആ ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ ആളുകൾക്കും റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിൽ വച്ച വെള്ളം ബറക്കത്തുണ്ട വെള്ളമാക്കണേ അല്ലാഹ്. ശിഫയുടെ വെള്ളമാക്കണേ അല്ലാഹ്. ശിഫയുടെ വെള്ളമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, തവസ്സുൽ ബൈത്ത് ചൊല്ലാണ്. തവസ്സുൽ ബൈത്ത് അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോൾ ഇന്ന്
ഇശാ മഗ്‌രിബിന് ശബാൻ കൊടുത്തില്ലല്ലോ, ഇല്ല. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ യാസീൻ ഓതിയ കുറേ ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ അതിന് തൗഫീക്ക് കിട്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹ് എന്നും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മക്കളും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ യാസീനും മുൽക്കും വാക്കിയും ഞങ്ങൾ വീട്ടിൽ ഓതണം, അല്ലെങ്കിൽ ഞങ്ങളെ മരുമക്കൾ ഓതണം, അല്ലെങ്കിൽ ഞങ്ങളെ പേരമക്കൾ ഓതണം. അള്ളാഹുവേ, നീ അങ്ങനത്തെ ഒരു കുടുംബമായിട്ട് ഈ കുടുംബത്തെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. ആമീൻ പറയും. അള്ളാഹുവേ, നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ ഒരിക്കൽ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങളെ മക്കൾ പറയണം, ഞങ്ങളെ ഉമ്മ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിയിരുന്നു. അറിവിനിലാവിൻ്റെ മജ്ലിസ് പ്ലേ ചെയ്ത് വെച്ച് അതിലിരുന്ന് ഖുർആൻ ഓതി. അങ്ങനെ അൽഹംദുലില്ലാ മക്കളും മരുമക്കളും പേരമക്കളും. ഇത് നമ്മുടെ വീടിന് വലിയ ബർക്കത്താവണം, കാവലാവണം. ഗീബത്തും നമീമത്തും ഫസാദും പറഞ്ഞിരിക്കരുത്. ഒരിക്കലും ചീത്ത പറയുന്നതിന് പകരം, കുറ്റം കുറവും പറഞ്ഞ് നടക്കുന്നതിന് പകരം നമ്മുടെ വീട്, നമ്മുടെ സിറ്റ് ഔട്ട്, നമ്മൾ മീറ്റിംഗ് കൂടും. മീറ്റിംഗ് കൂടിയിട്ടുള്ള ഗീബത്തും നമീമത്തൊക്കെ വളമ്പിടും. ആ വീട്ടിൽ പിന്നെ ബർക്കത്ത് എവിടെ? ആ വീട്ടിൽ ബർക്കത്ത് എവിടെ? ആ റൂമിൽ ബർക്കത്ത് എവിടെ? എന്തിൻ്റെ പേരിലാണെങ്കിലും മീറ്റിംഗ് കൂടി ഗീബത്തും നമീമത്തും പറഞ്ഞ്, അല്ലെങ്കിൽ കല്യാണം മുടക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ചില വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവിടെ ബർക്കത്ത് എങ്ങനെ നിലനിൽക്കും? നമ്മുടെ വീട് അത്തരം വീടാവരുത്. ഗീബത്ത് പറയാത്ത റൂമാവണം, ഗീബത്ത് പറയാത്ത വീടാവണം, ഗീബത്ത് പറയാത്ത ഓഫീസാവണം, ഗീബത്ത് പറയാത്ത വാഹനമാവണം, ഗീബത്ത് പറയാത്ത സൂപ്പർ മാർക്കറ്റ് ആവണം, കച്ചവട സ്ഥാപനമാവണം, പീടിക തിണ്ണയാവണം, ഗീബത്ത് പറയാത്ത ചായക്കടയായി മാറണം. ഗീബത്തും നമീമത്തിനും അവസരം ഒരുക്കുന്നവരാവരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഗീബത്ത് പറയാത്ത ക്ലബ്ബുകളാവണം. ഗീബത്തും നമീമത്തും ഫസാദും ഉടലെടുക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവരുത്. ഒരാളെയും നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ നോക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. തവസ്സുൽ ബൈത്ത് ചൊല്ലുക. അള്ളാഹുവേ, നീ കബൂലാക്കണേ അള്ളാഹ്. 3-4 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോനെ നടക്കുന്നില്ല, കൈത്തുറച്ചിട്ടില്ല, ബ്ലഡ് ക്യാൻസറാണ് ഉസ്താദെ, ദ്വാരിക്കണം. വേറൊരു അസുഖമുണ്ട്, എല്ലിന് ഉറപ്പ് കൂടിയിട്ട്, എല്ലിൻ്റെ കട്ടി ഉറപ്പ് കൂടാണ് ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്. അതുകൊണ്ട് വലിയ വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. ഉസ്താദിൻ്റെ അറിവിനിലാവിൻ്റെ മജ്ലിസിൽ എന്നും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ഈ കുഞ്ഞും പങ്കെടുക്കാറുണ്ട്. ഉസ്താദ് ദ്വാരിക്കണം. ഇന്നൊരു ഉമ്മ 2 കൈയിൽ കൈ തുറക്കാത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദ്വാരിക്കണം. എത്ര ഉമ്മമാരുടെ കണ്ണുനീരാണ് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ്. അല്ലാഹുവേ, നീ സലാമത്താക്കണേ അല്ലാ. ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞ് 19 വർഷമായി പ്രിയപ്പെട്ട പൊന്നുമോൻ വീട് വിട്ടിറങ്ങിയിട്ട്. 19 വർഷം. ആ പൊന്നുമോൻ എവിടെയാണെന്നറിയില്ല. ഇൻഷാ അല്ലാഹ് 19 കൊല്ലത്തിന് മുന്നേയുള്ളൊരു ഫോട്ടോ ഇപ്പോൾ ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ഫോട്ടോ തരി, പേരും അഡ്രസ്സൊക്കെ തരി, നമുക്ക് ലൈവിൽ പറയാം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. ആ ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. എന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അവരിത് കേൾക്കുമല്ലോ, അല്ലെങ്കിൽ അവരെ കുടുംബങ്ങളിത് കേൾക്കുമല്ലോ, ഓലെ ഭാര്യ അല്ലെങ്കിൽ ഓരോ കൂട്ടുകുടുംബങ്ങളോ വേണ്ടപ്പെട്ടവരിത് കേട്ടിട്ട് എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലേക്ക് തിരിച്ചെത്തി അത്ര വലിയ സന്തോഷം ഉണ്ടാവും. അല്ലേ? കിട്ടൂലേ? നിങ്ങൾ പറഞ്ഞാൽ കിട്ടും. കിട്ടൂലേ? നിങ്ങളങ്ങനെ അന്തം വിട്ടങ്ങൾ കിട്ടൂലേ? ആ, കിട്ടിക്കോളും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പക്ഷെ അതൊരു ദിവസം ഉസ്താദ് ലൈവിൽ പറയുന്നുണ്ടത്. അള്ളാഹു ആ ഉമ്മാൻ്റെ വിഷമം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ.